നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ ബോണിയാണ്. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണമെന്ന് ചിന്തിക്കുമ്പോൾ ഓണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഉത്സവങ്ങളിൽ ഏറ്റവും വലിയ ഉത്സവമാണ് ഓണം. നമ്മുടെ കേരളക്കരയിൽ ആഘോഷിക്കുന്ന ഓണം ഇന്ന് എനിക്ക് തോന്നുന്നു അന്തർദേശീയ തലത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. എവിടെ മലയാളി ഉണ്ടോ അവിടെ എല്ലാം ഓണാഘോഷമുണ്ട്. നമ്മളെക്കാട്ടും ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കുന്നു. അപ്പോൾ ഇത് ഓണമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്, ഇൻ്റർവ്യൂ ആണ്. ഓണത്തെക്കുറിച്ച് മനസ്സിലോട്ട് ചില ബിംബങ്ങൾ കടന്നു വരാറുണ്ട്. എനിക്ക് തോന്നുന്നത് പ്രകൃതി ഏറ്റവും സുന്ദരിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഓണം എന്ന് പറയുന്നത്. നല്ല വർണ്ണശബളമായ ആടകളൊക്കെ അണിഞ്ഞ് ചന്ദനക്കുറിയൊക്കെ ചാർത്തി പ്രകൃതി മനോഹരിയായിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അവസരമാണ്. സൂര്യൻ തൻ്റെ തങ്കശോഭ കൊണ്ട് പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മുടെ അമ്മയെ ഈ പറയണക്ക് എന്താ പറയുക അതിസുന്ദരിയാക്കുന്നൊരു അവസരമാണ്. കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഓണം ഒട്ടേറെ പ്രതീക്ഷകൾ, ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ കാലത്തെ അല്ല, ഞാൻ പറഞ്ഞ പഴയ ഓർമ്മകളിലോട്ട് കിടക്കുമ്പോൾ കുട്ടികൾക്ക് ഒട്ടേറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണ് ഈ ഓണം എന്ന് പറയുന്നത്. ഈ കടകളിലെല്ലാം ഈ പറഞ്ഞ തോക്കും പൊട്ടാസും കളിപ്പാട്ടങ്ങളും കൊണ്ടൊക്കെ നിറയും. ഭരണികളിലൊക്കെ പുതിയ പുതിയ മുട്ടായികളൊക്കെ കൊണ്ട് നിറയും. അപ്പോൾ അങ്ങനെ ഒരു ഓണത്തിന്റെ വ്യത്യസ്തമായ ചിത്രങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുള്ള ഒരു അവസരമാണിന്ന്. അപ്പം ഞാൻ ഇനി അങ്ങോട്ട് പറയുന്നില്ല. എന്നോടൊപ്പം ഡോക്ടർ രാജീവ് ആർ എസ് ഉണ്ട്. സാറ് നമ്മൾക്ക് ഓണത്തിന്റെ ഓർമ്മകളും ഓണത്തിന്റെ ഐതിഹ്യവും കഥകളും ഒക്കെ പറഞ്ഞു നൽകാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് ചോദിക്കാനാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പറയുന്നില്ല, ഞാനൊരു ഇൻട്രഡക്ഷൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സാറേ നമുക്ക് തുടങ്ങിയാലോ? സ്വാഗതം. നമസ്കാരം. നമസ്തേ. അപ്പം ഓണത്തെക്കുറിച്ച് മോണി പറഞ്ഞത് ഏതാണ്ടൊക്കെ ശരിയാണ്. പക്ഷെ അതില് അപ്പുറത്ത് ഒരു മാനങ്ങളുള്ള ഒരു ഉത്സവമാണ് ഓണം. ഈ ആഘോഷങ്ങൾ അത് മനസ്സിലാക്കാനാണ് സാറിനെ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആഴത്തില്. എനിക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് വളരെ യാന്ത്രികമാണ്. ഇപ്പൊ സദ്യ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വലിയ പുതുമയില്ല, മിക്കവാറും ഒക്കെ സദ്യ കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ അന്ന് വല്ലപ്പോഴും അല്ല. പക്ഷെ അതും ഓണത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം വെച്ചാൽ കാലഘട്ടത്തിനനുസരിച്ചും മാറുന്ന സംസ്കാരത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും പഠിക്കുന്നതിന് ഏറ്റവും പറ്റിയ ഉത്സവമാണ് ഓണം. ഈ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ അതിജീവനത്തിനുള്ള അതിജീവനം രണ്ട് രീതിയിലുണ്ട്. ഇപ്പൊ ശരീരം അതിജീവിക്കുന്ന നമ്മൾ ഭക്ഷണം കഴിച്ചൊക്കെയാണ്. പക്ഷെ നമ്മുടെ മനസ്സെന്നല്ലെങ്കിൽ ശരീരം എത്ര ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സെന്നും താളം തെറ്റിക്കഴിഞ്ഞാൽ ഈ ശരീരം നമ്മൾ എത്ര ശക്തനെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ ഈ മനസ്സിനെ കണ്ടീഷൻ, അതായത് ചിട്ടപ്പെടുത്തി നിർത്തുന്ന ഒരു ഉത്സവമാണ് ഓണം. ഈ സാറിന് ഈ ഓണം എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് ഓടി വരുന്ന ചിന്തകൾ എന്തൊക്കെയാ പെട്ടെന്ന്? ഓണം എന്ന് പറയുമ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് അമ്മ, അച്ഛൻ അവരുമായിട്ട് ഒത്തുകഴിഞ്ഞ ബാല്യകാലം. എൻ്റെ ഗ്രാമത്തിലെ അല്ലെ എനിക്ക് തോന്നുന്നു 10-15 വയസ്സ് വരെ നമ്മൾ കഴിഞ്ഞ സ്ഥലം, ജീവിതം, നമ്മൾ അനുഭവിച്ചതൊക്കെയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ പലരും പണ്ടത്തെ ഓണം ഇന്നില്ലെന്ന് പറയാൻ കാരണം അതുമായിട്ട് താരതമ്യപ്പെടുന്നുണ്ടാകും. പക്ഷെ അത് തെറ്റാണ്. കാരണം ഓണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാധാരണ ഉത്സവങ്ങളിൽ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഹിന്ദുവിൻ്റെ ആണെങ്കിലും ക്രിസ്ത്യാനി, മുസ്ലിം ഏത് മതത്തിൻ്റെ ആണെങ്കിലും ഹിന്ദുക്കളുടെ തന്നെയും മറ്റു ഉത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഓണം. ഈ മതപരമായ ഇപ്പോൾ ദീപാവലി മറ്റൊരു അതിനൊക്കെ മതപരമായ ചടങ്ങുകളൊക്കെ ഉണ്ട്, ഓണത്തിനുമുണ്ട്. പക്ഷേ ഈ ഓണത്തിൻ്റെ മതപരമായ ചടങ്ങെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്. അത് ഒരു ഘട്ടം കഴിയുമ്പോൾ അതങ്ങ് ഊർന്നു വീഴുകയാണ്. ഊർന്നു വീണിട്ട് എല്ലാ മതം, എല്ലാ ജാതിക്കാരും എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന, ഇപ്പോൾ വള്ളംകളിയാണെങ്കിലും പൂഴിയിലാണെങ്കിലും പിന്നെ ഏത് കളി നിങ്ങൾ നോക്കുക, വീട്ടിൽ ചിലപ്പോൾ നിലവിളക്ക് കത്തിച്ചു വെക്കും. അത് മാത്രമേ ഉള്ളൂ ഒരു മതത്തിന്റെ. ബാക്കിയെല്ലാം ഒരു ജനങ്ങളെ ലോകത്തെ എവിടെയുള്ള മലയാളി ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഇത് പണ്ട് കാലത്തെന്ന് പറയുമ്പോൾ വളരെ പണ്ട് ജന്മി കുടിയാൻ ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്ന കാലത്ത് അത് ഒരു നല്ല കാലമൊന്നും ഞാൻ ചീത്തക്കാലമൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അന്ന് ചെയ്യുന്ന എനിക്കെല്ലാം ഓർമ്മയുണ്ട്. എൻ്റെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏത്തക്കൊല ഇങ്ങനെ കാർഷിക വിളകൾ സ്വന്തം പുരയിടത്തിലുണ്ടായത് ഈ കുടിയാൻ ജന്മിക്ക് കൊണ്ട് കൊടുക്കുന്നു. ജന്മി അവർക്ക് ഓണത്തിന് വേണ്ട അരി, വെളിച്ചെണ്ണ, മുഴുവൻ വസ്തുക്കളും തിരിച്ചു കൊടുക്കുന്നു. അതിൽ ചൂഷണമോ ചൂഷണമില്ലായ്മയോ എന്നുള്ളതിലപ്പുറം ഇത് പരസ്പരം ഒരു സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയാണ്. പിന്നെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗം ഇതൊരു കൊയ്ത്തുത്സവമാണ്, ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ.
ലോകത്തെ ആപ്പിൾ ഫെസ്റ്റിവൽ, ഇങ്ങനെ ഒരുപാട് ഫെസ്റ്റിവൽ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. കൊയ്ത്തുത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടും സങ്കടങ്ങൾക്കും അരക്ഷിതാവസ്ഥയ്ക്ക് ശേഷം ഒരു നല്ല അവസ്ഥയെ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് കൊയ്ത്തുത്സവം. ഇവിടെ തന്നെ കർക്കിടകം ഏറ്റവും പഞ്ഞമാസം. ഇപ്പോഴത്തെ കർക്കിടകത്തോട് താരതമ്യപ്പെടുത്തരുത്. ആ കർക്കിടകം, ഇപ്പോഴത്തെ കർക്കിടകത്തിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെടുത്താം നമുക്ക്. ആ കർക്കിടകത്തിൽ മുഴുവൻ ആൾക്കാരുടെ ജന്മയുടെ പോലും നല്ലോണം അരിയോ അല്ലെ കാര്യങ്ങളോ ഇല്ല, അരക്ഷിതാവസ്ഥയാണ്. കുടിയാന്റെ കയ്യിലും ഇല്ല. അപ്പൊ ഈ രണ്ട് കൂട്ടരും ഒരുപോലെ ചിങ്ങത്തെ പ്രതീക്ഷിക്കുകയാണ്. കാരണം കൊയ്ത്ത് നടക്കുന്നു. അപ്പൊ അരി പത്തായത്തിലും വരുന്നു, അടിയാന്റെ കയ്യിലും വരുന്നു, എല്ലായിടത്തും വരുന്നു. ഇപ്പൊ ചൂഷണമൊക്കെ ഒരു വശത്തുണ്ട്, അത് വേറെ കാര്യം. എങ്കിൽ പോലും എല്ലായിടത്തും അതിന്റെ വരവുണ്ട്. ആ വരവിനനുസരിച്ച് ആഹ്ലാദങ്ങൾ വരുന്നു. അപ്പൊ എപ്പോഴും കൊയ്ത്തുത്സവങ്ങളെ ആഹ്ലാദമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇത് പ്രകൃതിയിലും കാണാം, നേരത്തെ ബോണി പറഞ്ഞതുപോലെ. കാരണം മറ്റേ ത്വരാതെ പെയ്യുന്ന മഴ അങ്ങോട്ട് മാറി, പ്രകൃതി തെളിഞ്ഞു, പൂക്കൾ എല്ലായിടത്തും ആയി, എല്ലാവർക്കും സന്തോഷം, ഒരു നിറവ്, ഒരു നിറവിന്റെ ആഘോഷമാണ് ഓണം. ഇന്നും അത് തന്നെയാണ്. ഇന്ന് കൊയ്ത്ത് കുറവായതുകൊണ്ട് മറ്റേ രീതിയിലാന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഈ സമൃദ്ധിയുണ്ട്. സംബന്ധിച്ചാൽ ഏത് മതമായാലും ജാതി ആയാലും കച്ചവടക്കാരന് 10 കച്ചവടം നടക്കുന്ന ഓണത്തിനാണ്. എല്ലാവരും ഓണത്തിന് കട കൊടുക്കുന്നു, ബോണസ് കൊടുക്കുന്നു. അപ്പൊ പണ്ടത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ഓണത്തിന് സന്തോഷത്തിന്റെ ആ അളവിന് വ്യത്യാസമില്ല. കാരണം ഈ ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ബോണി ഈ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ അന്നത്തെ പോലെ നമ്മൾ ഇന്ന് ഇല്ലെന്ന് പറയുന്ന അർത്ഥമില്ല. കാലത്തിൽ എവിടെയും മാറ്റം വരും. ഈ പണ്ട് കാലത്ത് ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കുന്നിടത്ത് ഇന്ന് നമ്മള് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു, ഉപയോഗങ്ങൾ നടക്കുന്നു. പണ്ട് ക്ലാസ്സിൽ അധ്യാപനം പഠിപ്പിക്കുന്നു, ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. അപ്പൊ ക്ലാസ് എന്നുള്ള സംഭവം നടക്കുന്നെന്ന് പറഞ്ഞ പോലാണ് ഓണം ഇന്ന് ആഘോഷിക്കപ്പെടുന്നുണ്ട്. അതേ തീവ്രതയോടെ തന്നെ അതിന്റെ രീതികൾ അത് കാലാനുസരിച്ച് ഒരു ഫ്യൂഡൽ യുഗത്തിലും അല്ലെങ്കിൽ മുതലാളിത്ത യുഗത്തില് അല്ലെങ്കിൽ ഒരു തൊഴിലാളി സർവാധിപത്യമുള്ള യുഗത്തില്, സൈബർ യുഗത്തില്, അപ്പൊ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന്റെ സാംസ്കാരിക, സാമൂഹിക, ഭൗതിക പ്രത്യേകതകൾ ഈ ഓണത്തെ ആഘോഷത്തെയും ബാധിക്കും. അതൊരിക്കലും മോശപ്പെട്ട തരത്തിലല്ല, വേറൊരു തരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഇന്നത്തെ ഒരു കുട്ടിയുടെ അനുഭവങ്ങളല്ല ഒരു പഴമയിലോട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു 10, 30, 40, 50 വർഷമൊക്കെ കഴിയുമ്പോൾ അപ്പൊ ഈ അനുഭവങ്ങളാണ് എനിക്കൊന്ന് നമുക്ക് പുതിയ തലമുറയ്ക്ക് എനിക്കൊന്ന് പങ്കുവെക്കേണ്ടത്, അവർക്ക് നമുക്ക് അനുഭവ വിധേയമാക്കേണ്ടത്. അപ്പോൾ അത്തരം പഴമയിലോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ ഇപ്പോഴത്തെ ഓണവും അന്നത്തെ ഓണവും തമ്മിലുള്ള വ്യത്യാസം, അന്നത്തെ ഓണത്തിന്റെ അനുഭവങ്ങൾ, അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞപ്പോ കേരളീയ സാമൂഹിക ഘടന സംബന്ധിച്ചിടത്തോളം ഈ 10, 30, 50 കൊല്ലം മുമ്പത്തെ ഒരു പഴയ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഫ്യൂഡൽ കാലഘട്ടത്തിലെ ഓണത്തിനെന്ന് പറഞ്ഞാൽ അതെപ്പോഴും ഈ കാത്തിരിപ്പ്, പ്രത്യാശയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പൊ മാവേലി എന്നുള്ള ഐതിഹ്യം തന്നെ നമ്മൾ സൂക്ഷ്മമായിട്ട്, അപ്പൊ ഐതിഹ്യത്തിന്റെ അതിന്റെ ഈ ലോജിക്കുകൾ നമ്മൾ അന്വേഷിച്ചു പോകണ്ട. നമുക്കത് മുന്നോട്ട് വെക്കുന്ന ഒരു മാനുഷിക ദർശനമുണ്ട്. അതായത് എത്രമാത്രം കഷ്ടപ്പാടാണെങ്കിലും എത്രമാത്രം ബുദ്ധിമുട്ടുകളാണെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കുന്ന, അതെല്ലാം ഇല്ലാതാകുന്ന ഒരു നല്ല കാലം വരും. മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന തന്നെ ഒരു കാത്തിരിപ്പിന്റെ പുറത്താണ്. എത്ര മോശപ്പെട്ട അവസ്ഥയാണെങ്കിലും പഠിച്ചു ജോലി കിട്ടി, അല്ലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ സമ്പാദിച്ച് കാശൊക്കെ ഉണ്ടാക്കി എനിക്ക് വീട് വെക്കുക, അല്ലെ വണ്ടി വാങ്ങി, ഇങ്ങനെ എപ്പോഴും മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് ആ ഒരു പ്രത്യാശയിലാണ്. അപ്പൊ ഈ ആഘോഷങ്ങളിൽ ഏറ്റവും പ്രത്യാശ നൽകുന്ന ആഘോഷമാണ് ഓണം. ആ മഹാബലി എന്നുള്ള പ്രതീകം തന്നെ അങ്ങനെയാണ്. കാരണം നമ്മൾ കാത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ അല്ലാതെ കാണാൻ പറ്റും ഓണം എന്നൊക്കെ ഉള്ള ശൈലിയുണ്ട്. അതിന്റെ അർത്ഥം വസ്തുവെല്ലാം വിട്ട് നശിപ്പിക്കണം എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ആ ഒരു ദിവസം എങ്കിലും മാനസികമായിട്ട് നമ്മള് അതുപോലെ ആയിരിക്കണം മറ്റുള്ള എല്ലാ ദിവസങ്ങളും. അങ്ങനെ ഒരു ആഗ്രഹത്തിൽ എത്താനുള്ള പ്രയത്നത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണത്. അതുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും മറന്ന്, ദുഃഖങ്ങളെല്ലാം ഉണ്ട് മനുഷ്യന്, പക്ഷെ അതെല്ലാം മറന്നിട്ട് ഇതിൽ കേന്ദ്രീകരിക്കുന്ന ഒരു. അപ്പൊ ഈ പ്രത്യാശയുടെ ഒരു ഈ അനുഭവത്തിന്റെ കാര്യം പറയുമ്പോഴാണ് ഞാൻ പറയുന്നത്, പണ്ട് കാലത്ത് ഒരുപാട് ദാരിദ്ര്യം, ഇന്ന് ദാരിദ്ര്യം താരതമ്യേന കുറവാണ്. മറ്റു പ്രശ്നങ്ങളാണ് സമൂഹത്തിലുള്ളത്. ഈ ദാരിദ്ര്യം പറയുമ്പോൾ ഒരു പ്രളയമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഓണത്തിലോട്ട് കിടക്കുന്നത്, അല്ലേ? അതിന്റെ ഒരു വറുതിയൊക്കെ ഈ പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെ? അപ്പൊ ആ ഒരു പ്രതീക്ഷ ഭയങ്കര, കഴിക്കാതെ ഇരുന്നു അല്ലെങ്കിൽ ഇച്ചിരി ഭക്ഷണത്തിൽ ഒതുങ്ങി ജീവിച്ചും. അതാണ് ഈ കർക്കിടക കഷ്ടത്തിന് ശേഷം ഒരു ചിങ്ങപ്പുലരി വരിക. ഈ പ്രകൃതിയിൽ തന്നെ ആ ഒരു മാറ്റം ഉണ്ട്. ഇത് ആൾക്കാരുടെ മനസ്സിലുമുണ്ട്. ഇപ്പൊ ബോണിയായാലും ഞാനായാലും എല്ലാ മനുഷ്യരും ഓണം വരുമ്പം ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന, ഇപ്പം എനിക്ക് അല്ലെങ്കിൽ ഒരു ശമ്പളം അല്ലെങ്കിൽ ബോണസ് എന്തെങ്കിലും ആലോചിക്കും.
വേറെ കച്ചവടക്കാരൻ വിചാരിക്കും എൻ്റെ 10 സാധനം വിൽക്കും, കൃഷിക്കാരൻ വിചാരിക്കാം ഏത്തക്കൊലയ്ക്ക് 10 രൂപ കൂടുതൽ കിട്ടും. അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ ഇപ്പൊ മൊബൈൽ കടക്കാരൻ വിചാരിക്കാം 2 മൊബൈൽ ഓണത്തിന്. എല്ലാവരും മുഖത്ത് ഒരു ഓണച്ചിരി അതിന്റെ കാര്യം ആ ഒരു പ്രതീക്ഷ. പലരും ഒരു വർഷം ഉണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ മേക്കപ്പ് ചെയ്യുന്നത് തന്നെ ഈ ഓണത്തിനാണ്. അപ്പൊ അങ്ങനെ ഈ ഗൃഹാതുരത, ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ആഘോഷമാണ് ഓണം. പണ്ടൊക്കെ ഒരു നല്ല കാലം, മനുഷ്യരായാലും കള്ളം പറയാത്ത, ഈ ചതിയൊന്നും ഇല്ലാത്ത, ആൾക്കാരെ പരസ്പരം സ്നേഹിക്കുന്ന, ജാതീയ വർഗീയ ഒരു വേർതിരിവുകളും ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് മഹാബലി എന്ന രാജാവ്, മഹാബലി എന്ന രാജാവ് ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല, നമുക്ക് സങ്കല്പിക്കാൻ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഈ മനുഷ്യൻ ജീവിക്കുന്നതെല്ലാം കൃത്യമായിട്ടും ഈ പരീക്ഷണശാലകളിൽ തെളിയിച്ച അടിസ്ഥാനത്തിലല്ല. നമുക്ക് ചില സ്വപ്നങ്ങളുണ്ട്, ചില സങ്കല്പങ്ങളുണ്ട്, ചില കാത്തിരിപ്പുകളുണ്ട്. അഭിമലയുടെ മഞ്ഞെന്ന നോവലിലെ പോലെ അവസാനം വരെ ഇനി ഒരിക്കലും വരത്തില്ലെന്നൊരു സാധാരണ ഭൗതികമായ യുക്തി ചിന്തയിൽ ആലോചിച്ച് ഒരിക്കലും വരത്തില്ലെന്ന് ഉറപ്പുള്ള ഒരാളെ കാത്തിരിക്കുക. ഇത് നമ്മുടെ എല്ലാം കാത്തിരിക്കുക. ഈ ഓണം അതുപോലാണ്. ഇങ്ങനെ കാത്തിരുന്ന് ഓണം വന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ മലയാളികളുടെ ഈ ഒരു സമൂഹ മനസ്സിന്റെ ഒരു കൗൺസിലിംഗ് പോലാണ് ഈ ഓണം കഴിയുമ്പോൾ വരുന്നത്. വെച്ചാൽ ഒന്ന് ചിട്ടപ്പെടുത്തുക. അപ്പൊ അതാണ് പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണെങ്കിൽ ഇപ്പോൾ വേറൊരു പ്രശ്നമായിരിക്കും. എവിടെയായാലും നമ്മുടെ സമകാലിക പ്രശ്നങ്ങളിൽ നിന്നൊരു വിടുതി വരും. പിന്നെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഈ ജാതി മതങ്ങൾക്ക് അതീതമായി ആഘോഷിക്കുന്നത് അത് വേറൊരു ഉത്സവം നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഇപ്പൊ ക്രിസ്മസ് കുറച്ചൊക്കെ ഈ നമ്മള് പൂക്കൾ, ഈ സ്റ്റാറൊക്കെ തൂക്കും. ഇതിനകത്ത് ഇത് ഓണമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ ഒരുപാട് കളികളുണ്ട്. വള്ളംകളി തന്നെ പല ക്രിസ്ത്യൻ പള്ളികൾ മുൻകൈ എടുത്ത് തന്നെ വള്ളംകളി ടീം ഉണ്ടാക്കുന്നുണ്ട്. പൂക്കള എനിക്കറിയാം, ഞാൻ പഠിപ്പിച്ചെടുത്ത കോളേജിൽ എല്ലാ സമുദായക്കാരും ചേർന്നാണ്. ഇപ്പൊ ഞാൻ UGCക്ക് ഒരു പ്രോജക്റ്റ് വെച്ചിരുന്ന ഈ സോഷ്യോ കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ അനാലിസിസ് ഓണം ഫെസ്റ്റിവലാണ്. അപ്പൊ ഞാനിന്ന് ഡൽഹിയിൽ ചെന്നപ്പം പവർ പോയിന്റ് പ്രസന്റേഷനിൽ എൻ്റെ കോളേജിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്നവരോട് ചേർന്ന് കുട്ടികൾ പൂക്കളമിടുന്ന ഒരു പടം പവർ പോയിന്റ് പ്രസന്റേഷനിൽ കാണിച്ചു കഴിഞ്ഞപ്പം 10-15 കൊല്ലം മുമ്പാ അവിടുന്ന് നോർത്ത് ഇന്ത്യക്കാരായ പ്രൊഫസേഴ്സ് ഉണ്ട് അതിനകത്ത്. അത് രണ്ടുപേരും അത്ഭുതപ്പെട്ടു. ഇതിങ്ങനെ പല സമുദായക്കും ഇതൊരു ഹിന്ദു മതാചാരമല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ ആ തിസിസിനെ ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ, ഒരു പ്രാഥമിക ഘട്ടം കഴിയുമ്പോൾ തന്നെ ആ മതത്തിന്റെ പ്രസക്തി അവിടെ ഇല്ലാതാവുക. ഇപ്പൊ വീണ്ടും പല രീതിയിൽ പലരും കൊണ്ട് അത് വേറെ കാര്യം. എങ്കിലും ഓണം ഇപ്പോഴും ഓണത്തിന്റെ പല ചടങ്ങുകളും ഇപ്പോൾ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും നാട്ടുപ്രദേശത്തൊക്കെ ചില ഒരുപാട് കലാരൂപങ്ങളുടെ നാടകം കളിക്കുന്നു. എല്ലാ ഓണമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം. നമ്മുടെ തൊട്ടടുത്ത ക്ലബ്ബുകളിൽ ഓണം ആഘോഷിക്കുന്ന അവിടെ ജാതിയുണ്ടോ മതമുണ്ടോ? ഞാൻ ഇന്നലെ എൻ്റെ അതിൽ മുന്നോട്ട് വെച്ചൊരു കാര്യം, കേരളത്തില് ജാതീയ മതപര വർഗീയമായ പ്രശ്നങ്ങൾ ഒരു പരിധിക്കപ്പുറം വളരാത്തതിന്റെ കാരണം വർഷത്തിലൊരിക്കൽ ഓണം ആഘോഷിക്കുന്നത് കൊണ്ടാണ്. ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ കാരണം അതേവരെ ഇപ്പൊ ഒരു ദേശത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അടുത്ത ഓണം വരുമ്പോ എല്ലാവരും കൂടി ചേർന്നൊരു ഓണപ്പിരിവ് അല്ലെങ്കിൽ ഒരു വിളകളിയോ അല്ലെങ്കിൽ ഒരു ഓട്ടം മത്സരം എല്ലാവരും ഒരുമിച്ചിരിക്കും. അതങ്ങ് അലിഞ്ഞു പോവാണ്. ഇതാണ് ഞാൻ ഒരു സോഷ്യൽ കൗൺസിലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ഓണത്തിലൂടെ സംഭവിക്കുന്നത്. ഈ കലകൾക്ക് ഓണമായിട്ട് ഭയങ്കര അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. നമ്മൾ പൂക്കളം ഇട്ടാൽ തന്നെ അതിനകത്ത് ഒരു കലയുണ്ട്. വള്ളം കളിയിൽ അതിനകത്ത് വള്ളം കളിയുടെ പാട്ട് അല്ലെ, അതൊരു കലയുണ്ട്. എല്ലാത്തിലും ഈ കലയും ആയിട്ട് അല്ലെ, കല കൂട്ടിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ട്, ഇഴുകിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ഓണത്തിന്റെ കളികളിൽ എല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട്, അതുമായിട്ട് തന്നെ ബന്ധപ്പെടുത്താം. അതായത് ഇത് ഈ മറ്റു പല ആഘോഷങ്ങളും ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മതത്തിന്റെ ചടങ്ങോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പലതും വരുന്നത്. ഇതങ്ങനല്ല, ഇതൊരു അതിജീവന തന്ത്രമായിട്ടോ അതിജീവന മന്ത്രമായിട്ടാണ് ഓണത്തിന്റെ ഒരു കൺസെപ്റ്റ്, ഒരു ചിന്ത വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഇപ്പൊ നാടൻപാട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ കലയും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സർഗാത്മക സാഹിത്യം എന്ന് പറഞ്ഞാല് അത് ബോധപൂർവം ചിലപ്പോൾ ബോധപൂർവം എഴുതിയേക്കാം, എങ്കിൽ പോലും അത് നമ്മുടെ വേഴ്സത്തൊക്കെ പറയുന്ന പോലെ സ്വാഭാവികമായിട്ട് നൈസർഗികമായിട്ട് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണ്. അപ്പൊ അങ്ങനെ വരുന്ന ആഘോഷത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കലകൾക്കും അല്ലെങ്കിൽ സാഹിത്യത്തിന് ഉണ്ടാകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പൊ ഓണപ്പാട്ടുകൾ, ആ ഓണപ്പാട്ടിൽ തന്നെ ഒരു ജനതയുടെ സങ്കടങ്ങളെല്ലാം അതായത് ജന്മി
പിന്നെ അരി തന്നില്ല, പിന്നെ എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഓണം വരും. സീതക്കളി അല്ലേ അങ്ങനെ ആ സീതക്കളി, ഒരുപാട് കളികളുണ്ട്. കരടി കരടി കളി ഇതെല്ലാം ഉണ്ട്. അതെല്ലാം ഈ പറഞ്ഞ കണക്ക് ഒരു അല്ലേ. ആ പിന്നെ ഈ നാടൻ പാട്ടുകളുടെ ഒരു ശാഖ തന്നെ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ പിന്നെ ശേഖരിച്ചിട്ടുള്ളതിന് 10, 50, 60 ഓണപ്പാട്ടുകളുണ്ട്. ഇപ്പൊ പിന്നെ ബോധപൂർവ്വം ഇന്നത്തെ കാലത്ത് ബോധപൂർവ്വം എഴുതപ്പെടുന്ന ഓണപ്പാട്ട്. പണ്ട് ഓണപ്പാട്ടുകൾ അങ്ങനെയല്ല, സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരാളുടെ ദുഃഖങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഓണത്തിന് എല്ലായിടത്തും ഓണമായി, എൻ്റെ വീട്ടിൽ അരിയില്ല. ഇപ്പൊ സംഭവം എന്നാൽ അത് ഓണമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഒരാൾ അയാളുടെ സങ്കടത്തെയും സന്തോഷത്തെയും സാമ്പത്തിക അവസ്ഥയും എല്ലാം അടയാളപ്പെടുത്തുന്നത്. ഈ കലകളുടെ കാര്യം പറയുമ്പം അന്നത്തെ പഴയ കാലത്ത് ഒരു വരേണ്യ വർഗത്തിന് ഒരു പ്രത്യേക കലകളും താഴെത്തട്ടിലുള്ളവർക്ക് വേറൊരു കലകളും. ഈ താഴെത്തട്ടിലുള്ള കലകൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കണക്ക് ദാരിദ്ര്യത്തെയും ആറ്റുമൊക്കെ വിളിച്ചോതുകയും. അത് ഈ ഓണത്തിന്റെ പ്രത്യേകതയാണ്. മറ്റേ കഥകളി അത്തരം കാര്യങ്ങൾ അവിടെങ്ങും ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നാടൻ പാട്ടുകളിൽ വരുന്നു. അപ്പൊ സാധാരണക്കാരുടെ പ്രാപ്യമായത് അതാണ് ഈ കാണാൻ പറ്റി. ഞാൻ നേരത്തെ കാണാൻ പറ്റി ഓണം ഉണ്ണണം. ഇപ്പൊ ഏറ്റവും ദരിദ്രനായ മനുഷ്യനായാലും ഏറ്റവും സമ്പന്നനായാലും ആ ഓണ സമയത്ത് അവർ ഏകഭാവത്തോടെ നിൽക്കുന്നു. ഏത് വീട്ടിൽ ചെന്നാലും ഊണ് കിട്ടും. അപ്പൊ സമത്വം എന്നുള്ള മഹാബലി മുന്നോട്ട് വെച്ച ഒരു അല്ലെ മഹാബലി എന്ന ഒരു പ്രതീകത്തിലൂടെ നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിച്ച ഒന്ന് ഏതാണ്ട് ഒരു പരിധിവരെ പ്രാവർത്തികമാക്കുന്ന ഒന്നാണ്. പിന്നെ സാഹിത്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ മലയാളത്തിലുള്ള ഓണക്കവിതകൾ തന്നെ നോക്കിയാൽ മതി. ക്ലാസിക് ആയിട്ടുള്ള ഒരുപാട് കവിതകൾ ഏറ്റവും പുതിയ കാലത്ത് തന്നെ മധുസൂദനൻ നായർ, ബാലേന്ദ്രൻ ചുള്ളിക്കാടും ഒക്കെ ഉണ്ട്. വേറൊരു രീതിയിലാണെന്നുള്ളതേ ഉള്ളൂ. കാരണം ഓണസമയത്തും അനുഭവിക്കുന്ന സങ്കടത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള ചലച്ചിത്രങ്ങളെക്കുറിച്ച് ചുള്ളിക്കാട് എഴുതിയിരിക്കുന്നു. പക്ഷെ ആ ഓണപ്പാട്ടുകൾ അല്ലെങ്കിൽ ഓണക്കവിതകൾ തന്നെ എടുത്താൽ മലയാളത്തിലുണ്ട്. കഥകൾ ഇപ്പോൾ ഓണം പശ്ചാത്തലമാക്കിയുള്ള അല്ലെ പ്രമേയമാക്കിയുള്ള അല്ലെ ഓണം പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരുപാട് കഥകളും നോവലുകളും സാഹിത്യവും റിസർച്ച് തീസിസ്. ഇപ്പോൾ ഒരു റിസർച്ച് തീസിസ് ഇപ്പോൾ വന്നിരിക്കുന്ന മലയാളത്തിലെ ഓണസാഹിത്യം എന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെ എണ്ണം വരത്തക്ക രീതിയിലുള്ള അളവിൽ സാഹിത്യത്തിൽ അതിന് സ്വാധീനമുണ്ട്. പിന്നെ കലകളിൽ നാടൻ കലകളിൽ ഈ ഓണത്തിന് അവതരിപ്പിക്കുന്ന ഈ വള്ളംകളിയായാലും കുമ്മാട്ടി എല്ലാ കളികളും നമ്മുടെ പരമ്പരാഗത സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. പിന്നെ ഇപ്പം തിരുവാതിരകളി ഇപ്പം ഈ വൈരോത്സവങ്ങളിൽ തന്നെ അത്തരം കളികളൊക്കെ ഒരു പ്രധാന ഇനമായിട്ട് വന്നിട്ടുണ്ട്. ഈ തിരുവാതിര എന്ന് പറയുന്നെങ്കിൽ തന്നെ ഓണത്തിനാണ് ഈ തിരുവാതിര കളി കൂടുതൽ. ഇത്തരം എല്ലാ കലകളും അത് ഒരു വേദി ഉണ്ടാവുന്നത്. ഈ നാടകം എന്ന് പറഞ്ഞാൽ കോളേജുകൾ എല്ലാവർക്കും പ്രാപ്യമല്ലല്ലോ. പിന്നെ സ്കൂളുകളിലുണ്ടായാലും അതിനേക്കാൾ പ്രധാനം ഓണത്തിനാണ്. ഈ പ്രൊഫഷണൽ നാടകങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകളും മേക്കപ്പാനെ കൊണ്ടുവന്ന് പിന്നെ എനിക്കറിയാം അനവധി അവസരങ്ങളിൽ അമേച്ചർ നാടകങ്ങൾ നമ്മുടെ അടുത്ത് എൻ്റെ അടുത്തുള്ള വീടുകളിൽ എനിക്കറിയാം. ഞാൻ പോകും രാത്രി 11 റിഹേഴ്സൽ കാണാൻ പോകും. വീടുകളിലാണ് ഓരോ ദിവസം ഓരോ വീട്ടിൽ റിഹേഴ്സൽ. ഇപ്പൊ കട്ടൻ കാപ്പി, ഈ പരിപ്പോട ഇതൊക്കെ എല്ലാം വിതരണം ചെയ്യും. അവിടെ കാണുന്ന കാര്യം മനസ്സിലാക്കേണ്ട ഭാഗമുണ്ട്. അവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, സാമ്പത്തിക വ്യത്യാസമില്ല. എല്ലാവരും ഒരുമിച്ചിരുന്നു ആഹാരം കഴിക്കുന്നു, ആസ്വദിക്കുന്നു, ഒരുമിച്ച് അഭിനയിക്കുന്നു. ഞാൻ വരെ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാരനോടൊത്തതാണ് പരമമായ ലക്ഷ്യം. ഈ നാടകം തട്ടേക്കേറ്റുക. ഇത് കാണാൻ വേണ്ടി ഇരിക്കുന്ന അവിടെ പിന്നെ ഞാൻ പറയുന്ന പോലെ അവരുടെ ഒന്നുമില്ല, എല്ലാരും ഒരുമിച്ചാണ്. അപ്പൊ അത് കലയ്ക്കൊരു വലിയ പ്രോത്സാഹനം. എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു 10, 50, 60 വയസ്സ് കഴിഞ്ഞുള്ള നടന്മാരെ മിക്കവരും അവരുടെ ചെറുപ്പകാലത്ത് ഓണത്തിന് നാട്ടിൽ നാടകത്തിൽ ഇന്നുണ്ടെങ്കിൽ ഇന്ന് പ്രൊഫഷണൽ നാടകക്കാരെ വിളിച്ചും ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഓണമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്തൊരു മിത്തുണ്ട്, ഒരു ഐതിഹ്യമൊക്കെ ഉണ്ട് അല്ലേ? അതിനെക്കുറിച്ച് പരാമർശിക്കാതെ നമുക്ക് ഓണത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ആദ്യം അതിനെക്കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഈ മഹാബലി, വാമനൻ തുടങ്ങിയ ഐതിഹ്യങ്ങള്, പുരാണ കഥകളെ ഉപജീവിച്ചാണ് ഈ ഓണത്തിന്റെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും ഇപ്പൊ എവിടെയാണെങ്കിലും നമ്മൾ ഇത്തരം കഥകൾക്ക് ഈ ആഘോഷിക്കുന്ന ഓണത്തിന്റെ ഒരു സത്യമായിട്ട് നമ്മൾ ഒരുപാടങ്ങ് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ ആഘോഷങ്ങളും വന്നിരിക്കുന്നത് മനുഷ്യന്റെ ഈ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും മാനസികമായ പ്രശ്നങ്ങളും തൽക്കാലത്തെങ്കിലും ഒന്ന് ഇല്ലാതാക്കി അവന്റെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ അസുഖം വരുന്ന ചില മരുന്ന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉറക്കം വരാത്ത ഒരാൾക്ക് ഒരു ഉറക്കഗുളി കൊടുത്താൽ 2 ദിവസം ഇത് അല്ലെങ്കിൽ പിന്നെ മനസ്സൊന്ന് ശാന്തമാക്കാൻ എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കുന്നു, ഒന്ന് ശാന്തമായി പിന്നെ ആളങ്ങ് ഓക്കെയാവും എന്ന് പറഞ്ഞതുപോലെ ഒരു സമൂഹം സ്വീകരിച്ചിരിക്കുന്ന ചില കഥകളോ, അത് കഥയാണോ സത്യമാണോ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിലുപരി അത് മുന്നോട്ട് അത് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്.
കാരണം മഹാബലി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് എല്ലാവർക്കും മാതൃകയായിട്ട് ഭരിച്ചിരുന്ന സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി. അദ്ദേഹം ഇവിടുന്ന് പാതാളത്തിലേക്ക് പോയി. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു ഒന്ന്. ആ നഷ്ടപ്പെട്ട സ്വർഗത്തെ വീണ്ടെടുക്കാനുള്ള ഒരു ആഗ്രഹം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ, നമ്മൾ നഷ്ടപ്പെട്ടു പോയ ചെറുപ്പകാലം, അതിൽ നഷ്ടപ്പെട്ടു പോയ പിന്നെ മറ്റെന്തെങ്കിലും ഐശ്വര്യങ്ങളാണ്. അതൊരു ഉട്ടോപ്യൻ ആശയം പോലെ നമുക്ക് തോന്നും, ഇല്ല കള്ളവുമില്ല ചതിയുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ കാരണം നമുക്ക് ജീവിക്കണമെങ്കിലുണ്ടല്ലോ അങ്ങനെ പ്രത്യാശ വേണം, ഒരു മഹത്തായ മാതൃക വേണം. അതിൽ പറഞ്ഞത് നിങ്ങൾ നക്ഷത്രങ്ങളെ ലക്ഷ്യം വെക്കുക. നിങ്ങൾ ലക്ഷ്യം വെക്കുമ്പോഴുണ്ടല്ലോ മാവിനോ ഉണ്ടാക്കിയ മാങ്ങയോ അല്ല അപ്പുറത്ത് ചന്ദ്രനെ അല്ല, അതിനപ്പുറത്ത് നക്ഷത്രങ്ങളെ ലക്ഷ്യം വെച്ചാൽ അതിനിപ്പുറത്തെങ്കിലും കിട്ടും. അത് മനുഷ്യന്റെ ജീവിക്കാനുള്ള ഒരു ഇത് ഏറ്റവും മുകളിലുള്ള ലക്ഷ്യം വെക്കുക എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും മഹത്തായ രാജ്യത്തെ ലക്ഷ്യം വെക്കാം. അതിനപ്പുറത്തൊന്നും വേണ്ട, ലക്ഷ്യം വെക്കുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അതിനെ മാതൃകയാക്കുമ്പോഴേ അതിനിപ്പുറത്തുള്ളതെങ്കിലും നമുക്ക് കിട്ടും. സ്വപ്നം കാണുന്നതിന് പ്രത്യേകിച്ച് യഥാർത്ഥയും മനുഷ്യൻ ഈ ആത്മഹത്യ ചെയ്യാതെ ജീവിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവന്റെ ഈ സ്വപ്നങ്ങളാണ്. ഉറക്കത്തിലുള്ള സ്വപ്നങ്ങളല്ല, നമ്മൾ അറിയാതെ കാണുന്നതാണ്. ഉണർന്നിരിക്കുമ്പോ നമ്മൾ എന്തെല്ലാം യേശുദാസ് പാടുമ്പോൾ പലപ്പോഴും ഞാൻ തന്നെ, നീ പാടാറില്ല, പക്ഷെ യേശുദാസ് പാടുമ്പോൾ ഞാൻ വിചാരിക്കുകയെ പിന്നെ ഞാൻ പാടുന്നു, ഇത് കേൾക്കാനൊരു ജനസമൂഹം മുമ്പിലുണ്ട് എന്ന് പറഞ്ഞ് ആസ്വദിക്കും. എന്തൊരു സുഖമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർജിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആർജിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാം നമുക്ക് സ്വപ്നം കാണാം. ഈ സ്വപ്നങ്ങളില്ലെന്നുണ്ടെ ജീവിതമില്ല. അതുപോലൊരു പ്രായോഗികമായ ഒരു പ്രത്യാശ, ഒരു സ്വപ്നം, ഒരു കാത്തിരിപ്പിനെ പ്രതീകവൽക്കരിക്കുന്നതാണ് ഈ മഹാബലി. അതിപ്പോ അതിനകത്ത് മഹാബലിക്ക് ഉണ്ടോ ഇല്ലയോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പ്രസക്തമല്ലാത്ത ചർച്ചകളാണ്. ഓണം ആഘോഷിക്കുന്നതിനോ ഓണം ഉൾക്കൊള്ളുന്നതിനോ നമുക്ക് ഇതിന്റെ പ്രസക്തിയെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യം ആ കഥ നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ മുന്നിൽ ഒരു കഥയുണ്ട്, പ്രത്യാശ, വളരെ ശരിയാണ്, പ്രത്യാശയുടെ ഒരു കഥയുണ്ട്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ലോജിക്ക് നമ്മൾ എന്തിനാ ലോജിക്ക് നോക്കാം. അത് ദോഷകരമാണ്. ഇത് ഒരു ദോഷം തരുന്നില്ല. നമുക്ക് മനസ്സിനൊരു സുഖം, മനസ്സൊന്നും ചിട്ടപ്പെടുത്തുന്നു, ഒരു സന്തോഷം വരുന്നു. പിന്നെ നമ്മൾ ഇതിനെ പുറകെ പോകുന്നേ. ഈ ഓണത്തിനൊരു സെക്യുലർ ഫാബ്രിക് ഉണ്ട്, ഒരു മതേതരത്വം ഉണ്ട്. ആ ഒരു ചിന്ത അല്ലെ, എന്റെ അടിയൊഴുക്ക് പോലെ ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. എനിക്കും നമ്മുടെ സമൂഹത്തെ ഇങ്ങനെ കൂട്ടിയിണക്കുന്നത് ഈ ഒരു ചിന്തയാണ്, ഈ സെക്യുലർ ആയിട്ടുള്ള ഒരു ഈ ഓണം അങ്ങനെ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. അതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? അത് എനിക്ക് വളരെ ശക്തമായി യോജിപ്പുള്ള ഒരു ഭാവമാണ് മോണി പറഞ്ഞത്. കാരണം എന്ന് വെച്ചാല് പിന്നെ ഈ അടുത്ത കാലത്ത് ചിലരൊക്കെ ഇങ്ങനെ ഇതിന്റെ സെക്യുലറിസത്തെ തകർക്കാൻ എല്ലാ ഭാഗത്തു നിന്നും അതിപ്പം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ സമൂഹത്തെ ചിട്ടപ്പെടുത്തുകയും ആരോഗ്യകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരാഘോഷം, അതിനെ നമ്മൾ ഈ ഒരു മതത്തിൻ്റെതായിട്ട് മാറ്റുന്നത് തെറ്റാണ്. കാരണം വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ഓണം ആഘോഷിക്കണമെന്നും ഓണം വരണമെന്നും ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഓണം ഹിന്ദുക്കളുടെയാണെന്ന് പറയുന്നവരുടെ ഞാൻ പറയുകയാണ്, ഹിന്ദുക്കൾക്കാ കൂടുതൽ മറ്റു മതക്കാർ. കാരണം ഈ ഓണത്തിനൊരു സാമ്പത്തിക വശമുണ്ട്. ഈ മറ്റാഘോഷങ്ങൾക്കെല്ലാം ഞാൻ ഓണത്തിന് പ്രാധാന്യം പറയാൻ കാര്യം അതാണ്. കാരണം ഓണത്തിന് ഒരു സാംസ്കാരിക വശമുണ്ട്, അതാണ് അതിന്റെ കലകള്, അത്തരം കാര്യങ്ങൾ. ഓണത്തിനൊരു ആരോഗ്യ വശമുണ്ട്. കാരണം ഇതിനകത്തുള്ള പല കളികളും പല കാര്യങ്ങളും ഇപ്പം കിളിത്തട്ട് ചിലപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓണമായിട്ട് നേരിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തി വെക്കുന്നില്ലെങ്കിലും കിളിത്തട്ട് കളി, വള്ളംകളി, ഇങ്ങനെ ഈ ഫുട്ബോൾ, ഒരുപാട് കളികൾ ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട് മത്സരങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ എൻ്റെ ഇവിടെ തന്നെ ഞാൻ താമസിക്കുന്ന പുളിയക്കോയിലാണെങ്കിലും ഇപ്പൊ ഓണം അടുപ്പിച്ചാണ് ഇപ്പൊ ആഘോഷം വെച്ചിരുന്നതാണ് ഫുട്ബോൾ മത്സരം, പിന്നെ ഷട്ടിൽ കളി മത്സരം. അപ്പൊ ഈ ശരീരത്തിന്റെ ഒരു അധ്വാനവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുണ്ട്. പിന്നെ കൃഷി, അതെ, പണിയെടുക്കുന്നവന്റെ അവന്റെ വിയർപ്പിന്റെ വിലയാണ് ഈ ആഘോഷം. രണ്ടാമത് അവന് കിട്ടുന്ന പൈസ. അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കാലം മാറി വരുമ്പോൾ ഈ ആദായത്തിന്റെ മാർഗങ്ങൾ മാറുന്നുണ്ട്. പക്ഷെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിൽ പൈസ വരുന്നു, പൈസ ഉള്ളവനത് ചെലവാക്കുന്നു. പൈസ ഉള്ള എല്ലാം ഓണെന്ന് ചെലവാക്കുവോ? അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക വശമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് ആഘോഷിക്കണമെന്നുള്ളത് എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞ പോലെ ഹിന്ദുക്കളുടെ ഇതെന്ന് പറഞ്ഞാലും അതിനപ്പുറം എല്ലാ മതക്കാരും ഒരുപോലെ ഏറ്റെടുത്തിരിക്കുക. അപ്പൊ പൂക്കളം തന്നെ വെച്ചാൽ എത്ര ലക്ഷം രൂപയുടെ പൂ അവിടെ ചിലവാകുന്നത്. ഇപ്പൊ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് കേരളത്തിലും ഉത്പാദിപ്പിക്കുന്നുണ്ട്. കേരളത്തിലും പൂക്കൃഷിയൊക്കെ തുടങ്ങി. അപ്പൊ അതിലെത്ര വരുമാനം കിട്ടുന്നുണ്ട്, എത്ര പേർക്ക് ജോലി.
പലരും വീടൊക്കെ ഓണത്തിന് ഒന്ന് കഴുകാം, ഒന്ന് പെയിന്റ് ചെയ്യാം, എത്ര പണിക്കാർക്ക് ജോലി. അപ്പം അങ്ങനെ വരുമ്പോ ഇത് പിന്നെ നമ്മൾ പറയുന്ന പോലെ കേരളത്തിലെ എല്ലാവരും ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ്. പിന്നെ എല്ലാവർക്കും അറിയാം ഇതിന് മതപരമായ ചടങ്ങുകൾ വളരെ കുറവാണ്. അപ്പൊ എനിക്കറിയാം, ഞാനിപ്പോ ഈ കഥയ്ക്ക് ഒരു മതം ഇല്ലല്ലോ. ആക്ച്വലി യഥാർത്ഥത്തിൽ ഒരു രാജാവ്, കേരളത്തിലൊരു രാജാവ് അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു കഥ. അതിപ്പോ ഒരു പിന്നെ ഒരു ഹിന്ദു രാജാവെന്ന് പറഞ്ഞുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതിനെ ചടങ്ങുകൾ എനിക്കൊന്നും അന്ന് ഹിന്ദു എന്നുള്ള പദം ഉപയോഗിച്ചൊന്നും പോലും നമുക്ക് അറിയാൻ വയ്യ. അതല്ല, ഈ ഓണത്തെ കുറിച്ച് പറഞ്ഞിട്ട് 1700 കൊല്ലം മുമ്പ് ഈ തമിഴ്നാട്ടിൽ മധുരയിലൊക്കെ ഓണം ആഘോഷിച്ചിരുന്ന എൻ വി കൃഷ്ണവാര്യരെ പോലുള്ള ഓണത്തെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അത് മാത്രമല്ല, അന്ന് അതുപോലെ ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്ന സംഘകാലത്തെ കൃതികളിലൊക്കെ ഓണമുണ്ട്. അപ്പം ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പേ ഓണം ഉണ്ടായിരുന്നു ആ കൃഷ്ണവാര്യ സാർ പറയുന്നത്. നമുക്കറിയാം, എനിക്ക് ആധികാരിയില്ല, അദ്ദേഹത്തെ പോലെ ഒരു പണ്ഡിതൻ പറയുമ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും തെളിവ് അദ്ദേഹത്തിന് കിട്ടിക്കാണും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ നമ്മൾ ഇതിന്റെ ഒരു ബലമായിട്ടോ അല്ലെങ്കിൽ ഒരു ഓണത്തിന്റെ നിമിത്തമായിട്ടൊക്കെ കണ്ടാൽ മതി. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോഴാൾക്കാർ എന്തൊക്കെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഓണം എല്ലാവർക്കും ഇഷ്ടമോ, വരുന്ന ഇഷ്ടമോ, എല്ലാവരും ആഘോഷിക്കുകയും ചെയ്യും, ഓണത്തിന് അതിൽ പങ്കെടുക്കുകയും ചെയ്യും, അതിന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അതുമല്ല, സെക്യുലറുമാണ്. സമ്പത്ത് എല്ലാവരിലോട്ടും ചെന്ന് എല്ലാ വിഭാഗക്കാരും സമ്പത്ത് എല്ലാവരും ചെന്ന് കച്ചവടക്കാര് എല്ലാ വിഭാഗത്തിലും. കോടിക്ക് 10,000 രൂപ ബോണസ് കിട്ടുന്നെങ്കിൽ അതിനകത്തെ 8,000 രൂപയും ഈ പല കടക്കാരിൽ പല ആൾക്കാരിലായില്ല. ഈ കൊടുക്കുന്നവൻ ഹിന്ദുവാണോ, മുസ്ലിമാണോ, ക്രിസ്ത്യാനിയാണോ, പാഴ്സിയാണോ എന്ന് നമ്മൾ ആലോചിക്കുന്നു. നമുക്ക് നല്ല തുണി കിട്ടുന്ന, നല്ല ലാഭം കിട്ടുന്ന കടി അവിടെ പോയി നമ്മൾ സാധനം മേടിക്കുന്നു. അവിടെ ആദ്യം അതൊന്നും നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ വരുന്ന ഒരു 7 ദിവസങ്ങളാണ്. അപ്പൊ വീണ്ടും അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്ക് അഥവാ എന്തെങ്കിലുമൊക്കെ ഒരു വൈരം ഉണ്ടായി വന്നാലും ഇത് വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സാമൂഹികമായ ഒരു ഓണം ആയിക്കഴിഞ്ഞാൽ ഓണസദ്യ നിർബന്ധമാണ്. ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ ഏത് രാജ്യത്ത് പോയാലും മലയാളി അവിടെ ഉണ്ടെങ്കിൽ ഓണസദ്യ കാണും. അവിടെ ഏതെങ്കിലും മലയാളി ഹോട്ടൽ കാണും, അവിടെ അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സംഘടിപ്പിക്കും. അപ്പൊ ഒരു സാർവലൗകികമായിട്ടുള്ള ഒരു ആശയമാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഈ സദ്യയിൽ തന്നെ അല്ലെ വൈവിധ്യമുണ്ട്, മധുരവും എല്ലാം അല്ലെ, രസങ്ങളും ഉണ്ട്. അപ്പൊ ഇത് ഊണി പറയുമ്പോഴാണ് പിന്നെ എന്നോട് ഇടയ്ക്ക് ഒരാൾ ചോദിച്ചു, ഏതോ സെമിനാർ വെച്ചാണ്, ഓണസദ്യ എന്ന് പറയുമ്പോൾ അത് വെജിറ്റേറിയൻ ആവണോ നോൺ വെജിറ്റേറിയൻ ആവണോ? കണ്ണൂരിലൊക്കെ അല്ലേ? അതെ. അപ്പൊ ഞാൻ അതിന് മറുപടി പറഞ്ഞത്, ഇപ്പൊ എല്ലാവരും യോജിക്കണമെന്നോ വിയോജിക്കണമെന്നോ ഇല്ല. ഇപ്പൊ എന്റെ വീട്ടിലാണ് വെജിറ്റേറിയൻ സദ്യയാണ്, അത് അവിടെ എല്ലാവർക്കും ഇഷ്ടം അതാണെന്നുള്ളത്. പക്ഷെ അത് ഞാനത് പറയുന്നതിന്റെ ഇതൊരു വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം ഓണം എന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തിക്കും, അത് 1000 രൂപ വരുവാനുള്ളതായാലും 10,000 ആയാലും 50,000 ആയാലും അവൻ ഇഷ്ടപ്പെട്ട വസ്ത്രം ഇടുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക. കാരണം ഒരു വർഷം മുഴുവൻ ഒരു പക്ഷേ കിട്ടാത്തവര് കാണും. അവന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നത് ഈ ഓണം ഒരു ദിവസമാണ്. അപ്പൊ അത് അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ചിലപ്പോ ഒരു മീനാണെങ്കിൽ അന്നാ നമുക്ക് കഴിച്ചോട്ടെ. അവന് ഇഷ്ടപ്പെട്ട വേഷം, ചുരിദാറാണെങ്കിൽ ചുരിദാർ ഇട്ട്, മുണ്ടും നെരിയാണെങ്കിൽ മുണ്ടും നെരി ഇടട്ടെ. പിന്നെ പരമ്പരാഗതമായ ഓണത്തിന്റെ ചില ഇടുമ്പോൾ ഉള്ള ഒരു സുഖമുള്ളവരുടെ അങ്ങനെ ഇരിക്കട്ടെ. അല്ല ഇന്നത് ഓണം നമ്മൾ ശടിക്കുന്നത് ശരിയല്ലെന്നുള്ളതാണ്. അങ്ങനെ കാലാനുസൃതമായിട്ട് എല്ലാത്തിലും മാറ്റങ്ങൾ വരും. ഓണസദ്യ പോലും വീട്ടിൽ ഉണ്ടാക്കാത്ത അവസ്ഥയായി. ഓർഡർ ചെയ്താലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. കാരണം ഇത്രയും ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തൊരു കാണും, ഇത്രയും ഉണ്ടാക്കാൻ വീട്ടിൽ ആളില്ലാത്തൊരു കാണും. പണ്ടൊക്കെ അംഗങ്ങൾ കൂടുതലാണ്, എല്ലാവരും അങ്ങനെ വരുമ്പോൾ അവർക്ക് ഓണസദ്യ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ വാങ്ങിച്ചു കഴിച്ചോട്ടെ. പക്ഷെ സദ്യ കഴിക്കുന്നു, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പം അല്ലെ ഒരു ആഗ്രഹം, അതാണ് ഓണത്തിന്. ഇഷ്ടപ്പെട്ട വേഷം ധരിച്ചു, ഇഷ്ടപ്പെട്ട ഭക്ഷണം ധരിക്കുന്നു, ഇഷ്ടപ്പെട്ട കളികൾ. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ചീട്ട് കളിക്കും, എല്ലാവരും വരുന്നു. അത് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയാൻ വിട്ടുപോല. ഓണം എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയുടെ ഉത്സവമാണ്. കുടുംബത്തിൽ മാത്രമല്ല, വെളിയിലും കൂട്ടായ്മയാണ്, അതുപോലെ കുടുംബത്തിലും. ഇപ്പൊ അമ്മയെ കാണുന്നു, അച്ഛനെ എല്ലാവരും പല സ്ഥലത്ത് ഉള്ളവർ വരുന്നു. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ചീട്ട് കളി തന്നെ 2 3 സെറ്റാണ് ചീട്ട് കളി. ഇതെല്ലാം അതിനകത്ത് നടക്കുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പം എല്ലാ രീതിയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ ഒരു നിറവാണ് നിറങ്ങളുടെ അത് ആ നിറം മാത്രമല്ല, നിറവ്, സംതൃപ്തി, ഒരു എല്ലാത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ. അത് പ്രകൃതിയുടെ നിറവാണെങ്കിലും പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ നിറവാണെങ്കിലും അധ്വാനത്തിന്റെ നിറവാണെങ്കിലും എല്ലാത്തിന്റെ ഒരു നിറവാണ്. ആ നിറവിന്റെ ഒരു പ്രകാശവും ഭംഗിയും ഓണത്തിനുണ്ട്.
അപ്പോൾ എനിക്കൊന്ന് സാറിന് ഞാനാണ് ഈ ഒരു പരിപാടിയൊക്കെ ഇന്റർവ്യൂ ഒക്കെ വൈൻഡപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഈ പ്രാവശ്യം സാറ് വൈൻഡപ്പ് ചെയ്യണം. ഇന്ന് അതൊരു സന്ദേശം കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വയനാട് ദുരന്തമൊക്കെ പശ്ചാത്തലത്തിൽ അല്ലേ, ഇപ്പോൾ എനിക്കൊന്ന് ആഘോഷങ്ങൾക്ക് ഒരു ചെറിയ കുറവൊക്കെ ഉണ്ട്. ഉണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ സാറിന് എന്താണ് നമ്മൾ ഫൈനൽ വേർഡ്? എനിക്കത് പറയാനുള്ള, നമ്മൾ ആഘോഷിക്കുന്നു, നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി ആഘോഷിക്കുന്നു. ഈ ആഘോഷത്തിന്റെ ഒരു പങ്ക്, ഈ ആഹ്ലാദത്തിന്റെ ഒരു പങ്ക്, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു പങ്ക് അവർക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുക. അങ്ങനെ വരുമ്പോൾ എന്തിനു നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നിറവ് ഇരട്ടിയാണ്. അപ്പൊ നമ്മുടെ ഓണനിറവിന്റെ ഒരു ഭാഗം അങ്ങനെ കൂടെ ആയിരിക്കട്ടെ. അതിനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ.